തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് മാരിയപ്പൻ തങ്കവേലു വളർന്നത്. ദാരിദ്ര്യത്തോടും പ്രതിസന്ധികളോടും പോരാടി അമ്മയുടെ കൂലി ജോലിയിൽ ആശ്രിതമായ കുടുംബത്തിൽ വളർന്നെങ്കിലും ചെറുപ്പം മുതൽ തന്നെ കളിയും ഓട്ടവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളം തന്നെയായിരുന്നു. എന്നാൽ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ സ്കൂളിലേക്കുള്ള വഴി കടക്കുമ്പോൾ ഒരു മദ്യപിച്ച ലോറി ഡ്രൈവർ ഇടിച്ചു തെറിപ്പിച്ച അപകടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. വലതുകാൽ ഗുരുതരമായി തകർന്നപ്പോൾ ഡോക്ടർമാർ സാധാരണ പോലും നടക്കുക ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ട് തളർന്നു പോകാതെ ജീവിതത്തോട് കോപമോ ദുഃഖമോ കാണിക്കാതെ സ്വന്തം ശരീരത്തിൻ്റെ വഴിമുട്ടൽ അവൻ്റെ മനസ്സിനെ ഒരിക്കലും ചെറിയതാക്കാൻ അനുവദിച്ചില്ല. മണ്ണുവാഴികൾ നിറഞ്ഞ ഗ്രാമത്തിലെ മൈതാനത്താണ് അവൻ്റെ യഥാർത്ഥ തിരിച്ചുവരവ് ആരംഭിച്ചത്. ചെരുപ്പില്ലാതെ വേദനയോടെ പൊരുതി ഓരോ ദിവസവും ഉയരത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. ഷൂസ് ഇല്ലാത്തതിനാൽ ഒരിക്കൽ ലോക്കൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരുന്നപ്പോഴും എനിക്ക് ഷൂസ് വേണ്ട, എൻ്റെ മനസ്സ് മതി എന്നവൻ്റെ ലളിതവും ധൈര്യവുമായ വാക്കുകൾ കേട്ട് ഒരു കോച്ചാണ് ആദ്യം അവൻ്റെ കഴിവിൻ്റെ തിളക്കം തിരിച്ചറിഞ്ഞത്. അങ്ങനെ പരിശീലനം ശക്തമാകുകയും ഓരോ പരാജയം പോലും ഉയരത്തിലേക്കുള്ള ചുവടായി മാറുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം 2016 റിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ജേഴ്സി ധരിച്ച മാരിയപ്പൻ ഒട്ടുമിക്ക വലിയ വേദികളെയും പോലെ മുഴുവൻ ലോകത്തിൻ്റെ പ്രതീക്ഷകൾ ചുമലിൽ ചുമന്നു നിന്നു. റണ്ണപ്പിൽ നിൽക്കുന്ന ആ നിമിഷം മുതൽ അവൻ ചാടിയത് ശരീരം മാത്രമല്ല, അവൻ്റെ മനസ്സ്, വേദന, ആഴമുള്ള സ്വപ്നങ്ങൾ എല്ലാം കൂടിയായിരുന്നു. 1.89 മീറ്റർ ഉയർച്ച കടന്നപ്പോൾ ഇന്ത്യ മുഴുവനും അഭിമാനത്തോടെ ഉയർന്നു. ഒരു ഗ്രാമക്കുട്ടിയുടെ സ്വപ്നം സ്വർണമായി തെളിഞ്ഞു. പിന്നീട് ടോക്കിയോയിലും മെഡൽ നേടി തൻ്റെ സ്ഥിരതയും പ്രതിബദ്ധതയും വീണ്ടും തെളിയിച്ച മാരിയപ്പൻ നമ്മോട് പറയുന്നു, വൈകല്യം ശരീരത്തിൽ വരാമെങ്കിലും നമ്മെ തടുക്കുന്ന യഥാർത്ഥ പരിധി നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണെന്ന്. ഒരിക്കൽ ട്രക്കിടിച്ച് തകർന്ന ഒരു ബാലൻ ഇന്ന് ലക്ഷങ്ങൾക്ക് ധൈര്യം നൽകുന്ന ഒരു വിളക്കായി മാറിയിരിക്കുന്നു. ജീവിതം ഏതുവിധം നമ്മെ പരീക്ഷിച്ചാലും ഒരു ധൈര്യം ചാടിയാൽ വലിയ ഉയരങ്ങൾ നമ്മയും കാത്തിരിപ്പുണ്ട്.